CTET Paper 2 Science Previous Year Patient Jaja Analysis. Hello dear CTET aspirants. The session you've been waiting for is starting now. Hello, പ്രിയ CTET ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ കാത്തിരുന്ന സെഷൻ ഇതാ ആരംഭിക്കുന്നു. We know that mastering the science section is crucial for cracking paper 2, and the best way to understand the exam pattern and key topics is by analyzing previous year questions. പേപ്പർ 2 വിജയിക്കാൻ സയൻസ് വിഭാഗത്തിൽ മികച്ച സ്കോർ നേടേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള ഏറ്റവും നല്ല വഴി മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുക എന്നതാണ്. Today, we are diving deep into question from the science segment, part 2 of the latest CTET paper 2 question paper. ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ CTET പേപ്പർ 2 സയൻസ് വിഭാഗത്തിലെ പാർട്ട് 2 ചോദ്യമാണ് വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. This question specifically falls under the pedagogy of science section, which tests your understanding of teaching methodologies, gender roles in education, and cognitive development. ഈ ചോദ്യം പ്രത്യേകമായി വരുന്നത് സയൻസ് പെഡഗോജി ഓഫ് സയൻസ് വിഭാഗത്തിലാണ്. വിദ്യാഭ്യാസം, ലിംഗപരമായ പങ്കുകൾ, വൈജ്ഞാനിക വികസനം തുടങ്ങിയ വിഷയങ്ങളിലുള്ള നിങ്ങളുടെ അറിവാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് ഓപ്ഷൻസ്. ചോദ്യവും അതിന്റെ ഓപ്ഷനുകളും നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ. അസർഷൻ എ. Achievement in STEM-related courses is influenced by gender. പ്രസ്താവന എ. STEM, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് സംബന്ധമായ കോഴ്സുകളിലെ നേട്ടങ്ങളെ ലിംഗഭേദം സ്വാധീനിക്കുന്നു. റീസൺ ആർ. പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഡിഫറെന്റ്. കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഉപയോഗിക്കുന്ന പ്രശ്നപരിഹാര തന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. ഓപ്ഷൻസ്. 1. ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ്. എയും ആറും തെറ്റാണ്. 2. Both A and R are true and R is correct explanation of A. എയും ആറും ശരിയാണ്, കൂടാതെ R എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. 3. Both A and R are true but R is not correct explanation of A. എയും ആറും ശരിയാണ്, എന്നാൽ R എന്നത് എയുടെ ശരിയായ വിശദീകരണമല്ല. 4. A is true and R is false. A ശരിയാണ്, R തെറ്റാണ്. ശരിയായ ഉത്തരത്തിന്റെ വിശദീകരണം. The correct answer is option 2. Both A and R are true and R is correct explanation of A. ശരിയായ ഉത്തരം ഓപ്ഷൻ 2. എയും ആറും ശരിയാണ്, കൂടാതെ R എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ് എന്നതാണ്. Why option 2 is correct? Both the assertion A and the reason R are considered true based on research in educational psychology and cognitive science. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെയും വൈജ്ഞാനിക ശാസ്ത്രത്തിലെയും ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കി പ്രസ്താവന എയും കാരണവും R രണ്ടും ശരിയാണ്. Assertion A is true because gender differences in STEM achievement are widely observed, often attributed to socio-cultural factors and internal beliefs, and these differences can be linked to varying cognitive approaches. സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളും ആന്തരിക വിശ്വാസങ്ങളും കാരണം STEM നേട്ടങ്ങളിൽ ലിംഗപരമായ വ്യത്യാസങ്ങൾ വ്യാപകമായി നിരീക്ഷിക്കപ്പെടുന്നതിനാൽ പ്രസ്താവന എ ശരിയാണ്. ഈ വ്യത്യാസങ്ങൾ വൈജ്ഞാനിക സമീപനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Reason R is also true, as studies show boys and girls often approach problem solving, particularly in technical subjects, using distinctly different cognitive strategies. പ്രത്യേകിച്ച് സാങ്കേതിക വിഷയങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രശ്നപരിഹാരത്തിനായി വ്യത്യസ്തമായ വൈജ്ഞാനിക തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നതിനാൽ കാരണം ആറും ശരിയാണ്. The difference in how problems are solved directly explains why there might be a difference in ultimate achievement A. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലെ വ്യത്യാസം R ആത്യന്തിക നേട്ടത്തിൽ വ്യത്യാസമുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് എ നേരിട്ട് വിശദീകരിക്കുന്നു. Hence, the reason R correctly explains the assertion A. അതുകൊണ്ട് കാരണം R പ്രസ്താവനയെ എ ശരിയായി വിശദീകരിക്കുന്നു. മറ്റു ഉത്തരങ്ങൾ തെറ്റാകാനുള്ള കാരണങ്ങൾ. Explanation for incorrect options 1, 3 and 4. Option 1 states both are false, which is incorrect since research validates both the gender influence on STEM achievement A and the difference in problem solving strategies R. 1 എന്ന ഓപ്ഷൻ രണ്ടും തെറ്റാണെന്ന് പറയുന്നു. എന്നാൽ STEM നേട്ടങ്ങളിലെ ലിംഗസ്വാധീനത്തെയും പ്രശ്നപരിഹാര തന്ത്രങ്ങളിലെ വ്യത്യാസത്തെയും കുറിച്ചുള്ള ഗവേഷണങ്ങൾ രണ്ടിനെയും സാധൂകരിക്കുന്നതിനാൽ ഇത് തെറ്റാണ്. Option 3 is incorrect because while it correctly identifies A and R as true, it fails to recognize the causal link between problem-solving strategies R and the resultant achievement differences A. എയും ആറും ശരിയാണെന്ന് ശരിയായി തിരിച്ചറിയുമ്പോഴും പ്രശ്നപരിഹാര തന്ത്രങ്ങളും R തത്ഫലമായുണ്ടാകുന്ന നേട്ടവ്യത്യാസങ്ങളും എ തമ്മിലുള്ള കാരണബന്ധം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നതിനാൽ ഓപ്ഷൻ 3 തെറ്റാണ്. Option 4 is incorrect because reason R, which states that problem-solving strategies differ by gender, is a valid finding in cognitive education research. പ്രശ്നപരിഹാര തന്ത്രങ്ങൾ ലിംഗഭേദമനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എന്ന് പറയുന്ന കാരണം R വൈജ്ഞാനിക വിദ്യാഭ്യാസ ഗവേഷണത്തിലെ സാധുവായ കണ്ടെത്തലായതിനാൽ ഓപ്ഷൻ 4 തെറ്റാണ്. I hope this detailed analysis helps you prepare better for your exam.
So to wrap up today's deep dive into CTET science pedagogy, we clearly understood a crucial point. Gender influences achievement in STEM, and this influence is directly linked to the different problem-solving strategies used by boys and girls. അപ്പോൾ ഇന്നത്തെ CTET സയൻസ് പെഡഗോജിയിലെ ഈ ആഴത്തിലുള്ള വിശകലനം നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളൊരു പ്രധാന കാര്യം വ്യക്തമായി മനസ്സിലാക്കി. സ്റ്റെമ്മിലെ നേട്ടങ്ങളെ ലിംഗഭേദം സ്വാധീനിക്കുന്നു. ഈ സ്വാധീനം ആൺകുട്ടികളും പെൺകുട്ടികളും ഉപയോഗിക്കുന്ന വ്യത്യസ്ത പ്രശ്നപരിഹാര തന്ത്രങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. This means, as future teachers, we must be aware of these cognitive differences and design our lessons to support all learners effectively, encouraging a variety of approaches in the classroom. ഇതിനർത്ഥം ഭാവിയിലെ അധ്യാപകർ എന്ന നിലയിൽ നമ്മൾ ഈ വൈജ്ഞാനിക വ്യത്യാസങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഒപ്പം നമ്മുടെ പാഠ്യപദ്ധതി എല്ലാവരെയും ഫലപ്രദമായി പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്യണം. ക്ലാസ് റൂമിൽ വിവിധ സമീപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. Mastering the pedagogy questions is key to scoring high. Keep practicing, keep analyzing, and remember the core concept. Education is about understanding individual cognitive differences. പെഡഗോജി ചോദ്യങ്ങളിൽ വൈദഗ്ധ്യം നേടുന്നത് ഉയർന്ന സ്കോറിന് നിർണായകമാണ്. പരിശീലനം തുടരുക, വിശകലനം തുടരുക. ഈ പ്രധാന ആശയം ഓർമ്മിക്കുക. വ്യക്തിഗത വൈജ്ഞാനിക വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിലാണ് വിദ്യാഭ്യാസം. I hope this detailed analysis was helpful for your preparation. ഈ വിശദമായ വിശകലനം നിങ്ങളുടെ തയ്യാറെടുപ്പിന് സഹായകമായെന്ന് കരുതുന്നു. Thank you for joining, and let's crack CTET paper 2 together. See you in the next video. നിങ്ങൾ പങ്കെടുത്തതിന് നന്ദി. നമുക്ക് CTET പേപ്പർ 2 ഒരുമിച്ച് വിജയിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.